മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിന് പരിശീലന കേന്ദ്രത്തിൽ മർദ്ദനമേറ്റെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഹ്യൂമാനിറ്റി ലൈഫ് കെയർ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിലെ പരിശീലകനെതിരെയാണ് കേസെടുത്തത്. മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശിക്കാണ് മർദ്ദനമേറ്റത്. മോഷണം ആരോപിച്ചാണ് മർദ്ദിച്ചതെന്ന് യുവാവിന്റെ ബന്ധുക്കൾ ആരോപിച്ചു. ദൃശ്യ പുതിയടത്തുണ്ട് വിവരങ്ങൾ നൽകാൻ. ദൃശ്യ, എന്തായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം? ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്? അനീഷ, കഴിഞ്ഞ ദിവസമാണ് വെള്ളയിൽ പോലീസിൽ ഇത്തരത്തിലൊരു പരാതി വന്നത്. ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്ന കുട്ടിയെ ആ കുട്ടിക്ക് യുവാവിന് പരിശീലനം നൽകുന്ന കേന്ദ്രത്തിൽ നിന്ന് മർദ്ദനം നേരിട്ടു എന്നായിരുന്നു പരാതി. കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഹ്യൂമാനിറ്റി ലൈഫ് കെയർ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിനെതിരെയാണ് പരാതി. അവിടുത്തെ പരിശീലകനെതിരെയാണ് പരാതി വന്നിട്ടുള്ളത്. അതായത് കുട്ടി 30 വയസ്സുള്ള യുവാവ് മലപ്പുറം സ്വദേശിയാണ്. ഇയാൾ അവിടെ നിന്ന് പഠിക്കുകയായിരുന്നു, അവിടെ നിന്ന് പരിശീലനം നേടുകയായിരുന്നു. ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിൽ പോകാറുള്ളത്. അത്തരത്തിൽ ഒരു ദിവസം വീട്ടിൽ കൊണ്ടുപോകാനായി ഈ യുവാവിന്റെ വീട്ടിലൊരു കല്യാണ ആവശ്യത്തിനായി യുവാവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി ഈ വീട്ടുകാർ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നു. എന്നാൽ സ്ഥാപനം ഈ യുവാവിനെ വീട്ടിലേക്ക് അയക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെ ഒരു മോഷണം നടന്നിരുന്നു. 1500 രൂപ യുവാവ് മോഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ അന്വേഷണം കഴിയാതെ യുവാവിനെ വിടാൻ പറ്റില്ല എന്നായിരുന്നു സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന മറുപടി. എന്നാൽ ഇതിൽ സംശയം തോന്നിയ വീട്ടുകാർ കഴിഞ്ഞ ദിവസം നേരിട്ട് സ്ഥാപനത്തിലേക്ക് എത്തുകയായിരുന്നു. ആ സമയത്താണ് പരിശോധിച്ചപ്പോൾ യുവാവിന്റെ മുഖത്തും ഈ പുറത്തും കാലിനും അടക്കം മർദ്ദിച്ച പാടുകൾ കണ്ടെത്തിയത്. ചോര കലിച്ച പാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ക്രൂരമായ മർദ്ദനം നേരിട്ട പാടുകളായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് ഈ മർദ്ദനം നേരിട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു. പിന്നാലെ ഈ യുവാവിന്റെ സഹോദരൻ വെള്ളയിൽ പോലീസിന് പരാതി നൽകുകയായിരുന്നു. വെള്ളയിൽ പോലീസ് പരിശീലകനെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ മർദ്ദനം നേരിട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വീട്ടുകാരെയും യുവാവിനെയും മൊഴിയെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇന്ന് അതിന്റെ മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് നമുക്ക് അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാകാനായത്. മോഷണക്കുറ്റം ആരംഭിച്ചുള്ള മർദ്ദനത്തിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ദൃശ്യ പുതിയടത്താണ് വിവരങ്ങൾ നൽകിയത്.